2024 യൂറോയിൽ ഇരു വിങ്ങുകളിലുമായി സ്പെയിന്റെ പുതിയ കണ്ടെത്തലായിരുന്നു നീക്കോ വില്യംസും ലാമിൻ യമാലും. ഇരു പാർശ്വങ്ങളിലായി വിഖ്യാത മാനേജർ ലൂയിസ് തലാഹു കൊണ്ടുവന്ന രണ്ട് യുവതാരങ്ങളാണവർ. 21-കാരൻ നീക്കോ ലെഫ്റ്റ് വിങ്ങിനെ കേന്ദ്രമാക്കി പന്ത് തട്ടുമ്പോൾ യമാൽ റൈറ്റ് വിങ്ങിലെ തലാഹുവിന്റെ പ്രധാനികളിൽ ഒരാളാണ്. ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും പാസിംഗ് കൊണ്ടും കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഇരുവരും ലൂയിസിന്റെ വിശ്വസ്ത താരങ്ങളായി മാറിക്കഴിഞ്ഞു. നീക്കോ അത്ലറ്റിക്കോ ബിൽബാവോയിലും യമാൽ FC ബാർസലോണയിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പന്ത് തട്ടാൻ ലഭിച്ച അവസരമാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇരുവരും യൂറോയുടെ മഹാവേദിയിലേക്ക് എത്തിയപ്പോഴും അതിലും പകിട്ടോടെ കളം നിറയുന്ന രണ്ട് യുവതാരങ്ങളുടെ കളിമികവാണ് ജർമ്മൻ മണ്ണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ജർമ്മൻ മൈതാനങ്ങളെ വിറപ്പിച്ചുകൊണ്ട് 1 അസിസ്റ്റും 1 ഗോളുമായി നീക്കോയും 3 അസിസ്റ്റും 1 ഗോളുമായി യമാലും യൂറോ 2024 സ്പെയിനോടൊപ്പം ഐതിഹാസിക യാത്രയാണ് അവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക ഫുട്ബോളിൽ പുതിയൊരു റെക്കോർഡ് കുറിച്ച് FC ബാർസലോണയ്ക്ക് വേണ്ടി 15-കാരൻ യമാൽ ലാലിഗയിൽ അരങ്ങേറുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടുത്താതെ മറ്റൊരു റെക്കോർഡ് കൂടി ആ കൗമാരക്കാരനെ തേടിയെത്തി. സ്പെയിനു വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയുള്ള ഈക്വലൈസർ ഗോളോടുകൂടി യൂറോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായും യമാൽ മാറുകയുണ്ടായി. അവസരങ്ങൾ ഒരുക്കാനും ഗോൾ സ്കോർ ചെയ്യാനും ഒരുപോലെ സാധിക്കുന്ന ഇരുവരും വരുംകാല ഫുട്ബോളിന്റെയും സ്പെയിനിന്റെയും വാഗ്ദാനങ്ങളാണ്. വരുന്ന റൂമറുകൾ പ്രകാരം നീക്കോ ബാർസലോണയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ഒരു ചരിത്രം തന്നെ അവർ രചിച്ചെടുക്കും. കളത്തിനകത്തും പുറത്തുമുള്ള ആ സൗഹൃദം അവർ കാത്തു സൂക്ഷിച്ചാൽ ലോക ഫുട്ബോളിൽ മറ്റൊരു കൂട്ടുകെട്ട് കൂടി ഇറക്കും. ലൂയിസ് തലാഹുവിന്റെ ടാക്ടിക്സിൽ റോഡ്രിയും ഫാബിയാനും ഡാനി ഓൽമയും വിങ്ങോളിൽ യമാലും നീക്കോയും ഒത്തിണക്കത്തോടെ അണിനിരന്നപ്പോൾ യൂറോയുടെ ഫൈനൽ വേദിയിലേക്കാണ് സ്പാനിഷ് പട മാർച്ച് ചെയ്തെത്തിയത്. ഒരു കാലത്ത് ടിക്കിടാക കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിയവർ ഇന്നിന്റെ ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ആ രണ്ട് കൗമാരക്കാരുടെ പങ്ക് ഒട്ടും ചെറുതല്ല. ഫൈനലിൽ എതിരാളികൾ ആര് തന്നെയായാലും ലൂയിസ് തലാഹുവിനെ കീഴ്പ്പെടുത്തുക എന്നത് വലിയ ദൗത്യമാണ്. യൂറോയുടെ കലാശപ്പോരിൽ ജർമ്മൻ മണ്ണിൽ സ്പാനിഷ് പടയുടെ പതാക പാറിപ്പറക്കുന്നതും കാത്ത് ഫുട്ബോൾ ലോകം ആ രണ്ട് കൗമാരക്കാരിലേക്ക് കാതോർക്കുകയാണ്.